പാല കട്ടക്കയം കുഞ്ഞമ്മ ടവറിൽ പ്രവർത്തിക്കുന്ന കുറ്റ്യാങ്കൽ ബേക്കേഴ്സ് എന്ന സ്ഥാപനത്തിൽ തിരുവോണ ദിവസം അന്യസംസ്ഥാനക്കാരായ ചിലർ അതിക്രമിച്ചു കയറിയ സംഭവത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ചിലരുടെ ഗൂഢാലോചനയുണ്ടെന്ന് സ്ഥാപന ഉടമ ടോമി കുറ്റ്യാങ്കൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തന്നെയും സ്റ്റാഫ് അംഗങ്ങളെയും ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ വ്യാജ പരാതിയാണ് പോലീസിന് നൽകിയിട്ടുള്ളതെന്നും ടോമി കുറ്റ്യാങ്കൽ പറഞ്ഞു. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു ഫാമിലിയായിട്ട് ഓണാഘോഷം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കടയിലോട്ട് ചെല്ലുമ്പോൾ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് കണ്ടിട്ടില്ലാത്ത 8 നേപ്പാളികൾ എൻ്റെ കടയിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുകയാണ്. ഉടനെ ഞാൻ കയറിയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ വെയിറ്റ് ഷെഡിൽ നിന്നവരും വഴിയെ പോയവരും എല്ലാവരും ഇറച്ചി കടയ്ക്കകത്തോട്ട് കയറി. ഇത് വലിയൊരു 10-100 പേര് കൂടി. എല്ലാവരും എന്നെ അറിയുന്നതല്ലേ, പല ജനിച്ച് വളർന്ന എന്നെ അറിയുന്ന. അപ്പോൾ എൻ്റെ കടയിൽ വിഷയമെന്ന് പറഞ്ഞപ്പോഴാണ് ജനം ഇറച്ചിട്ടത്. ആരെ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ പെട്ടെന്ന് പാല CIനെ വിളിച്ചു, പ്രിൻസ് സാറിനെ വിളിച്ചു. പ്രിൻസ് സാർ എൻ്റെ കടയിൽ ഇങ്ങനെ വലിയ വിഷയം നടക്കുക, ആരെന്നാണെന്നൊന്നും അറിയില്ല. അപ്പോൾ സാറ് പെട്ടെന്ന് പോലീസിനെ കൊണ്ടുവന്ന് പറഞ്ഞു. പോലീസ് വന്നു, ഹൈവേ പെട്രോളിൻ്റെ പോലീസിൽ കുഞ്ഞാ സാർ വന്നു. കുഞ്ഞാ സാറിൻ്റെ ഒരാളെ പെടുത്തം കിട്ടി, നേപ്പാളുകാരനെ. ഇതിനിടയ്ക്ക് ഒരു മലയാളി വന്ന് ഈ നേപ്പാളുകാരെ സംരക്ഷിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞപ്പോൾ അവനെ ഈ നാട്ടുകാരെല്ലാവരും കൂടി കൈകാര്യം ചെയ്തു. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം പോയി പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അഡ്മിറ്റ് ആയതിനു ശേഷം പിന്നെ നടന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കൊടുക്കാൻ എൻ്റെ പേരിൽ FIR ഇട്ടു. എൻ്റെ പേരിൽ FIR ഇട്ട് ഞാൻ തല്ലിയെന്നും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ മേത്ത് പോലും തൊടാത്ത ആളാണ്. എന്നിട്ട് പോലീസ് എന്നെ വിളിപ്പിച്ചു. എന്നോട് വളരെ മോശമായിട്ട് SI ദിലീപ് കുമാർ വളരെ മോശമായിട്ട് എന്നോട് പെരുമാറി. 3 മണിക്കൂർ എന്തിനാ എന്നെ വിളിപ്പിച്ചതെന്ന് പോലും ചോദിക്കാതെ പോലീസ് കസ്റ്റഡി വെച്ചു. ഞാൻ വളരെ മുകളിലോട്ട് ട്രിവാൻഡ്രമായിട്ട് ബന്ധപ്പെട്ടു. ഉടൻ തന്നെ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അതിനപ്പം എനിക്ക് മനസ്സിലായി ഈ ഗവർണറുടെ കസിൻ്റെ വണ്ടി ഓടിക്കുന്ന ആളാണ് ഈ പരാതിക്കാരൻ. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ചപ്പം അടുത്ത കേസിലൂടെ എന്നെ പെടുത്തുകയാണ്. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കളാം. കേസ് കൊണ്ട് അങ്ങനെയൊന്നും പേടിപ്പിച്ചാലും അങ്ങനെ പേടിക്കുന്ന ആ കുടുംബത്തിലെ ആളൊന്നുമല്ല ഞാൻ. അപ്പോൾ അതിന് മുമ്പും ഒരു വിഷയം ഉണ്ടായി. എൻ്റെ കൂട്ടിക്കിടന്ന ബാത്റൂമിനകത്ത് ഒരു ബംഗാളി കയറിയിരിക്കുന്നു. ഞാൻ ഡോറ് തുറന്ന് കഴിപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ചാടി ഓടുന്നു. ഇതിന് മുകളിൽ ഷീറ്റില്ല. അപ്പോൾ 3 പേരുണ്ട്. അവരെയും പിടിച്ചു പോലീസ്, പറയാതെ വിട്ടു. എന്താണെന്ന് പോലും ചോദിക്കാതെ വിട്ടു. അപ്പം ഈ തരത്തിൽ എന്നെയും എൻ്റെ ബിസിനസ്സിനെയും എൻ്റെ കുടുംബത്തെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ടീം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കള്ളക്കേസിന്റെ മറവിലെ അന്വേഷണം വഴിതെറ്റിക്കുന്ന സാഹചര്യമാണെന്നും ഇക്കാര്യത്തിൽ ശരിയായ അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്നും ടോമി കുറ്റ്യാങ്കൽ ആവശ്യപ്പെട്ടു.